നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്തത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. മതി. ചേർന്ന ദൈവത്തിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ 13-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ വായിച്ചത്. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിച്ചേർന്നപ്പോൾ, കൈസരി എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് ഫിലിപ്പ് എന്ന രാജാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്, റോമൻ കൈസറാണ്. ആ ദേശത്ത് കർത്താവ് എത്തിച്ചേർന്നപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചേർന്ന് രാമയും പറഞ്ഞാട്ടെ. യേശു ഒരു പ്രത്യേക പട്ടണത്ത് വന്നപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ, പബ്ലിക്, മനുഷ്യപുത്രനെ, ആരാ ഈ മനുഷ്യപുത്രൻ? ദൈവം കർത്താവ് തന്നെ പരിചയപ്പെടുത്തി, ഞാൻ മനുഷ്യപുത്രന്. ഈ മനുഷ്യപുത്രൻ എന്നുള്ള വാക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനുഷ്യപുത്രൻ അവൻ മേഘാരൂഢനായി വരുന്നു എന്നൊക്കെ തിരുവചനത്തിൽ കിടപ്പുണ്ട്. പഴയ നിയമ ഉദ്ധരണികളിൽ പ്രവാചകന്മാർ വരുവാൻ പോകുന്ന മശികയ്ക്ക് മുൻകൂട്ടി നൽകിയ വിളിച്ച പേരാണ്, പ്രവചന ശബ്ദത്തിൽ വിളിച്ചതാ മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും, മേഘാരൂഢനായി വരുന്നത് കാണും. അപ്പോൾ ഇങ്ങനെ ഒരു പഠിപ്പിക്കൽ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ട്. യഹൂദന്മാർ നമ്മളെ പോലല്ല, അവർക്ക് നന്നായിട്ട് വചനം അറിയാവുന്നവരാ. യേശു ഫിലിപ്പിൻ്റെ കൈസരിയെ വന്നപ്പോൾ യഹൂദന്മാരുടെ കൂട്ടം അവിടെയുണ്ട്, മതറബ്ബിമാരുണ്ട്, പുരോഹിതന്മാരൊക്കെ നിപ്പുണ്ട്. യേശു തന്റെ ശിഷ്യന്മാര് 12 പേരോടാ ചോദിക്കുന്നത്, പബ്ലിക്, ജനം മനുഷ്യപുത്രനെ പറ്റി എന്താ പറയുന്നത്? ഈ ഒരൊറ്റ ചോദ്യം യേശു ചോദിച്ചപ്പോൾ തന്നെ യേശു മശികയാണെന്ന് ഇവർക്ക് മനസ്സിലാകേണ്ടതിന് യേശു ചോദിച്ചത്, മനുഷ്യപുത്രനെ പറ്റി എന്താ പറയുന്നത്? കാര്യം ഭൂമിയിൽ മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നവൻ ഒരുവനേ ഉള്ളൂ, അവൻ യേശു കർത്താവാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനെ പറ്റി ആരെന്നാണ് ജനം പറയുന്നത്? അപ്പോ കൂടപ്പെട്ടുന്ന ചില ജനവും ശിഷ്യന്മാരിൽ ചിലർ വന്നിട്ട് പറഞ്ഞു, ഇവൻ യോഹന്നാൻ സ്നാപകമാണ്. ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനായെന്നും, മറ്റു ചിലർ പറഞ്ഞു അല്ല, ഇത് ഏലിയാവാണ്. ചിലർ പറഞ്ഞു ഇത് യിരെമ്യാ പ്രവാചകന്മാരാണ്. അങ്ങനെ ഇവരെല്ലാവരും പല അഭിപ്രായമാണ് പറഞ്ഞത്. അത് കൂടപ്പെട്ട ജനമാ. യേശുവിൻ്റെ പുരുഷാരം എപ്പോഴും ഉണ്ട്, 5000-ലധികം പുരുഷന്മാരുണ്ട്. അതിൽ ചിലർ നോക്കിയിട്ട് പറഞ്ഞു ഇവൻ യോഹന്നാൻ സ്നാപകൻ, ആ കാലഘട്ടത്തിൽ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്ന യോഹന്നാൻ സ്നാപകൻ. അവൻ മരിച്ചുപോയി, അവനെ കൊന്നുകളഞ്ഞു. എന്നാലും അവര് ചിലർ പറഞ്ഞു ഇത് യോഹന്നാൻ സ്നാപകനായിരിക്കും. ചിലർ പറഞ്ഞു അല്ല, ഇത് ചിലപ്പോൾ ഏലിയാവായിരിക്കും. ഏലിയാവ് അവരുടെ പ്രവാചകനായിരുന്നു. ഏലിയാവ് പിന്നത്തേതിൽ വരുമെന്ന് തിരുവചനത്തിലുണ്ട്. തിരുവഴുത്തി പറഞ്ഞിട്ടുണ്ട് ഏലിയാവ് പിന്നെ ഭൂമിയിൽ ഒന്നും കൂടെ വരും. ഇവർക്ക് ഏലിയാവ് വരുമെന്നറിയാം, അതുകൊണ്ട് അവർ വിചാരിച്ചു ഇത് ഏലിയാവായിരിക്കും. മറ്റു ചിലർ പറഞ്ഞു അല്ല, ഇത് ചിലപ്പോൾ യിരെമ്യാ പ്രവാചകനായിരിക്കും. ഇങ്ങനെ ഇവരിങ്ങനെ തർക്കിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു 12 പേരോട് തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? പുരുഷാരമെല്ലാം പറഞ്ഞു ഇത് യോഹന്നാൻ സ്നാപകനാ, ഇത് ഏലിയാവാ, ഇത് യിരെമ്യാവാ. യേശുവിന് മറുപടി കിട്ടിയില്ല. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഞാൻ ഇന്ന് പകൽ ഈ ചോദ്യം ഇവിടെ ചോദിക്കുമ്പോൾ എന്തിനാ അങ്ങനെ യേശു ചോദിച്ചതെന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഒരു കാര്യമുണ്ട്. 3.5 വർഷം യേശു ഈ ജനത്തിൻ്റെ ഇടയിലുണ്ട്. 3 വർഷമായിട്ട് അവരുടെ കൂടെ നടക്കുക, ശുശ്രൂഷ ചെയ്യുകയാണ്. ശിഷ്യന്മാർ 12 പേരും കൂടെയുണ്ട്. പക്ഷേ ഇതുവരെ ഇവർക്കാർക്കും
ഈ നടക്കുന്നത് ആരാന്ന് പിടികിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് വല്ല ഓർക്കുന്നുണ്ടോ? ഇതിലൊക്കെ പിടികിട്ടിയോ? സ്വർഗത്തിലെ ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്ന് അവരുടെ ഇടയിൽ സഞ്ചരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് യിരെമ്യാവോ ഏലിയാവോ ഒക്കെയാ, പക്ഷെ ദൈവമാണെന്ന് അവർക്ക് ആർക്കും പിടികിട്ടിയില്ല. അവർക്ക് പിടികിട്ടിയില്ല. ശിഷ്യന്മാരോട് തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? എല്ലാവരും മിണ്ടാതെ നിൽക്കുക. അർത്ഥം എല്ലാവരും ഇത് കാണുന്നുണ്ട്, കൂടെ നടക്കുന്നുണ്ട്, കർത്താവിൽ കൂടിയുള്ള അത്ഭുതങ്ങൾ കാണുന്നും അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആർക്കും ഒന്നും പിടികിട്ടിയില്ല. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു, ചോദിക്കാം, ആരാണ് യേശു? നിങ്ങളുടെ അകത്ത് യേശുവിനെ പറ്റി ഒരു വെളിപ്പാടുണ്ടാകണം. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നവൻ, നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്നൊന്ന് മനസ്സിലാക്കണം. ഭൂമിയിൽ ഒറ്റ ദൈവമേ ഉള്ളൂ, നാം ആരാധിക്കുന്ന ദൈവമാണ്. അവൻ വേഷത്തിൽ മനുഷ്യനായി വന്നു. അവൻ എല്ലാ ദൈവങ്ങളുടെ കൂടെയുള്ള ദൈവമല്ല, അവൻ മാത്രമേ ഉള്ളൂ. അവൻ തന്നെ ഏക സത്യ ദൈവം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിൻ്റെ കീഴിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശുക്രിസ്തു. യേശുക്രിസ്തു താഴെ ഭൂമി വന്നപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ പോകാൻ, ദൈവത്തിൻ്റെ അടുക്കൽ ഒരുവന് പ്രവേശിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി യേശു എന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവത്തെ ഒന്നും കൂടെ അറിയാൻ ഒന്ന് കാത്തിരിക്കണം. മനുഷ്യന് ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നതിന് പരിമിതിയുണ്ട്, എന്നാൽ ദൈവത്തിന് നിന്നെ വെളിപ്പെടുത്താൻ ഒരു പരിമിതിയുമില്ല. എത്ര പേർക്ക് പിടികിട്ടി? അപ്പോസ്തലനായ പൗലോസിനെ പറ്റിയ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം വലിയൊരു മതറബ്ബിയായിരുന്നു. ഗമാലിയന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവവചനം പഠിച്ച് അഭ്യസിച്ച MA ഉള്ള മനുഷ്യൻ. അവന് ദൈവത്തെ നന്നായിട്ട് അറിയാം, ദൈവവചനം അവന് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ താഴെ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായിട്ട് വന്ന ദൈവമാകുന്ന ക്രിസ്തുവിനെ അവൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ സുവിശേഷ വിരോധിയായി ഈ നാമത്തിൽ പ്രസംഗിക്കുന്നവരെ കൊല്ലാൻ തയ്യാറായത്. അവൻ കൊല്ലാൻ നടക്കുമ്പോൾ ആ ദൈവം തന്നെ അവൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നീ ആക്രമിക്കുന്ന യേശു ഞാനാ. നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടോ? അതിനർത്ഥം ദൈവം തന്നെ പൗലൂസിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു, അവനെ വെളിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും, ഞാൻ എത്ര നിങ്ങളോട് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചാലും നിങ്ങൾക്കൊരു പരിധി വരെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവത്തിന് നിങ്ങളെ വെളിപ്പെടുത്താൻ കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നോ? എത്ര പേര് ഇന്ന് രാത്രി ഇന്ന് പകൽ പറയുന്നു, കർത്താവേ അങ്ങ് എന്നെ ഒന്ന് വെളിപ്പെടുത്തി തരണമേ, അങ്ങ് എനിക്കൊന്ന് വെളിപ്പെടണം, അങ്ങ് എനിക്ക് ശരിക്കൊന്ന് അടുത്തറിയണം, അങ്ങനെ ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ നിശ്ചയമായിട്ടും പറയുന്നു, ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, ദൈവം നിങ്ങളോട് സംസാരിക്കും, അവൻ നിങ്ങളെ തന്നെ വെളിപ്പെടുത്തും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഭൂരിപക്ഷം പേരും ആമേൻ ഇന്നിവിടെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ പറയും, ആ ദൈവത്തെ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയോണ്ടാ. പിടി കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ഞായറാഴ്ച നീ യോഗത്തിന് വന്നത്? എന്തുകൊണ്ടാണ് മറ്റു പല പരിപാടിയും ഉണ്ടാഞ്ഞിട്ടും നീ ഇന്നിവിടെ പ്രയറിന് വന്നത്? ഞാൻ പറയും, ദൈവത്തെ നിനക്ക് വെളിപ്പെട്ടത് കൊണ്ടാ, വേറെ ഒന്നും കൊണ്ടുമല്ല നീ വന്നത്. ഹല്ലേലൂയ. ദൈവത്തെ വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ടാ വന്നേ. അല്ലാത്തവര് പല ആവശ്യത്തിന് പോകും, അല്ലാത്തവര് പ്രയറിന് വരില്ല, അല്ലാത്തവരൊരു സൗഖ്യത്തിന് വേണ്ടി വരും, അല്ലാത്തവരൊരു വിടുതലിന് വേണ്ടി മാത്രം വരും. എന്നാൽ ദൈവത്തെ വെളിപ്പെടുത്തി കിട്ടിയവൻ ദൈവത്തെ വിട്ടു പോകുകയില്ല. യേശു 3.5 വർഷം അവരുടെ കൂടെ നടന്നിട്ടും ശിഷ്യന്മാർക്ക് തന്നെ പറ്റി ഒരു വെളിപ്പാട് കിട്ടിയോ എന്നറിയേണ്ടതിന് യേശു ചോദിക്കുകയാ, മനുഷ്യപുത്രനെ പറ്റി ജനം എന്തു പറയുന്നു? അവർ പലതും പറഞ്ഞു. യേശു 12 പേര് നേരെ തിരിഞ്ഞു, നിങ്ങൾക്ക് എന്നെ പറ്റി എന്താ അഭിപ്രായം? ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിനെ പറ്റി നിങ്ങൾക്ക്
എന്താ അഭിപ്രായം? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ യേശുവിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം? നിങ്ങളൊന്ന് പ്രതികരിക്കുക. ഞാനൊരു വലിയ രോഗത്തിൽ ഇങ്ങനെ കടന്നു, ഞാനിങ്ങനെ മരിക്കാൻ കടന്നു. മരിക്കാൻ വന്നപ്പോൾ ആരണ്ടൊക്കെ പറഞ്ഞു, വേണ്ട ആ പാസ്റ്ററോട് പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളെ വിടുവിക്കും. അങ്ങനെ ആ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു, യേശു എന്നെ വിടുവിച്ചു, സൗഖ്യമാക്കുന്ന യേശു. വേറെ ചിലർ പറയും കടവാരമെല്ലാം കയറി, പണിയെല്ലാം പോയി, മൊത്തം കുത്തുവാട എടുത്ത് തകർന്ന് തരിപ്പണമായി കിടന്നപ്പോൾ ആരോ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് പോകും, കടമൊക്കെ യേശു. ഏതായാലും വന്നു, കടമൊക്കെ മാറി. കടം മാറ്റുന്ന യേശു. ഞങ്ങളല്ലേ ഇവിടെ? വീടിൻ്റെ പണിയൊന്നുമില്ല, വീടുമില്ല, മക്കളുമില്ല, എല്ലാം തകർന്ന് മദ്യപാനിയായ ഭർത്താവ്, മദ്യപാനിയായ മക്കൾ. ഈ വിഷയത്തിനകത്തുനിന്നൊരു വിടുതൽ വേണം. പല മന്ത്രവാദികളെടുക്ക പോയി, പല ഉസ്താദുമാരെടുക്ക പോയി, പലരെടുക്കാൻ പോയിട്ട് വിടുതൽ കിട്ടിയില്ല. അങ്ങനെ എനിക്ക് ആരോ പറഞ്ഞ് ആ പള്ളിയിൽ പോയ മദ്യപാനത്തിൽ നിന്ന് നിന്റെ ഭർത്താവിന് മോചനം കിട്ടും. അത് കേട്ട് പള്ളിയിൽ വന്നു, ഏതായാലും പ്രാർത്ഥിച്ചു, ഭർത്താവിൻ്റെ മദ്യപാനം പോയി. അപ്പം നീ എങ്ങനെ യേശുവിനെ കണ്ടത്? മദ്യപാനം മാറ്റുന്ന യേശു. അമേൻ. നിങ്ങളോടെല്ലാം ഞാൻ പറയാം, നിങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ യേശുവിനെ കണ്ടേ. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്താ അഭിപ്രായം? ഞാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവർ പറയാം, കടം മാറ്റുന്ന യേശു ഉണ്ടോ? ഞാൻ പറയുന്നു ഉണ്ട്. വീട് വെച്ച് തരുന്ന യേശു ഉണ്ടോ? ഉണ്ടെന്നേ. രോഗം മാറ്റുന്ന യേശു ഉണ്ടോ? ഉണ്ടെന്നേ. പ്രശ്നം മാറ്റുന്ന യേശു ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്. പക്ഷെ യേശു ആരാണ് എന്ന് തിരിച്ചറിയണം. ഇതിൽ മാത്രമല്ല യേശു ഉള്ളത്. യേശു ആരാണെന്ന് ഈ ദിവസം ഒന്ന് തിരിച്ചറിയണം. ഇവിടെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞിട്ട് യേശു ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 12 പേര് നിൽപ്പുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യം പിടിച്ചത് പത്രോസാ. മത്സ്യബന്ധന തൊഴിലാളിയാ. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. കടലിൽ മുഴുവൻ വലയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല. ഇവിടെ മീൻ പിടിക്കുന്നവരൊക്കെ ഇരിപ്പുണ്ട്. ഒരു രാത്രി മുഴുവൻ കടലിൽ വലയിട്ടാൽ എന്തേലും ഒന്നും നടക്കാതിരിക്കുമോ? കടലിൽ അത്രയ്ക്ക് മീനുണ്ട്. പക്ഷെ ഇവൻ ഒരു രാത്രി മുഴുവൻ വലയിട്ടിട്ട് ഒന്നും. അപ്പം തന്നെ ഓർത്തോ കർത്താവ് നിന്നെ പിടിക്കാൻ പോവുക. പിറ്റേ ദിവസവും വള്ളവും വലയും കഴുകി വഴി നിൽക്കുമ്പോൾ യേശു വന്നിട്ട് നിന്റെ പടക് എനിക്കും തന്നേ, ഞാൻ ഒന്ന് കയറി ഇന്ന് പ്രസംഗിക്കട്ടെ. യേശു കയറി പ്രസംഗം തുടങ്ങി. ഇവൻ്റെ പടകി ഒന്നുമില്ലെന്ന് കണ്ടു. അവനോട് ആഴത്തിൽ വീശാൻ പറഞ്ഞു. മീൻ കിട്ടി. ഈ അത്ഭുതം കണ്ട, ഈ വിടുതൽ കണ്ട പത്രോസ് 12 പേരുടെ കൂടെ നിൽക്കുക. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ പറ്റി എന്താ പറയുന്നത്? എല്ലാവരും ഇങ്ങനെ നോക്കിയ മുഖത്തോട്ട് പലരും ഇങ്ങനെ നോക്കി നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. പത്രോസ് ഇങ്ങനെ നോക്കി നിന്നിട്ട് അവൻ മുമ്പോട്ട് കയറിയിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവാ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുവിനെ പറ്റി എന്താണ് അറിവ് കിട്ടിയത്? കടം മാറ്റുന്ന യേശുവിനെയാണോ നീ കണ്ടത്? രോഗം മാറ്റുന്ന യേശുവിനെയാണോ നീ കണ്ടത്? വീട് വെച്ച് തരുന്ന യേശുവിനെയാണോ കണ്ടത്? ക്യാൻസർ മാറ്റുന്ന യേശുവിനെയാണോ നീ കണ്ടത്? ഈ പകൽ പത്രോസിനോട് ചേർന്നെന്ന് പറഞ്ഞ് നീ കണ്ട, ഞങ്ങൾ കണ്ട യേശു അതല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു. അർത്ഥം നമ്മുടെ ദൈവം ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു. അവൻ പുത്രനായി ഭൂമിയിൽ ഇറങ്ങി വന്നു. ദൈവം തന്നെ പുത്രനായി അവതരിച്ചു. ത്രിയേക ദൈവം പുത്രനായി ഭൂമിയിൽ വന്നു. പത്രോസ് യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരനെ പോലെ ഞങ്ങളെപ്പോലെ വേഷമൊക്കെ ധരിക്കുന്നുണ്ട്. നീ നടന്നു വരുമ്പോൾ നിന്നെ പലരും പരിഹസിക്കുന്നുണ്ട്, നിന്നെ പലരും കല്ലെറിയുന്നുണ്ട്. നീ മറിയയുടെ പുത്രനല്ലേ, നീ ജോസഫിൻ്റെ പുത്രനല്ലേ, നീ അവനാ ഇവനാന്നൊക്കെ പലരും പറയുന്നുണ്ട്. ആ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു ഇരമ്യാവാണ്, ആ നിൽക്കുന്നവർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനാണ്, ആ നിൽക്കുന്നവരെല്ലാം പറഞ്ഞു നീ ഇരമ്യാവാ. പക്ഷെ പത്രോസ് പറഞ്ഞു അല്ല 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 അല്ല, ഇവരാരും പറഞ്ഞവനല്ല,
ഞാൻ കണ്ട യേശു. പത്രോസ് പറഞ്ഞു, ഞാൻ കണ്ട ഇവൻ ആരാന്നറിയാവോ? ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ഈ ഒരു വെളിപ്പാടകത്ത് കയറണം. നിങ്ങൾക്ക് പിടികിട്ടിയോ? നാം ആരാധിക്കുന്ന ദൈവം ആരാ? കടം മാറ്റുന്നവനാണോ? വീണ്ടും ഞാൻ പറയാം, അതെ. വീട് വെച്ച് തരുന്നവനാണോ? ഞാൻ പറയുന്നു അതെ. മക്കളെ കെട്ടിച്ചു വിടുന്നവനാണോ യേശു? ഞാൻ പറയുന്നു അതെ. അതിന് ഒരു സംശയവും ഇല്ല. പക്ഷെ അതിനപ്പുറത്ത് അവനുണ്ട്. ആരാണവൻ? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു. അവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അകത്തളങ്ങളിൽ ഇന്ന് വരെ നിങ്ങൾ കണ്ട, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു ഛായാചിത്രമില്ലേ യേശുവിനെ പറ്റി? അത് ഇന്ന് പകൽ പറിച്ചു കളഞ്ഞിട്ട് തൽസ്ഥാനത്ത് ജീവനുള്ള ദൈവത്തെ അകത്തൊന്ന് മാർക്ക് ചെയ്യണം. എത്ര പേർക്ക് അകത്തളങ്ങളിൽ അവനെ ഒന്ന് കാണാൻ കഴിയുന്നുണ്ട്? അങ്ങനെ കാണുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. നമ്മൾ ഓരോരുത്തരും വന്ന സാഹചര്യത്തിനനുസരിച്ചാ യേശുവിനെ കണ്ടിരിക്കുന്നത്. അപ്പുറം ഒരു കൂട്ടമുണ്ട്, അവരോട് ചോദിച്ചാൽ അവർ പറയും കടം മാറ്റുന്ന യേശു. അവർക്ക് വേറെ ഒന്നും അറിയില്ല. അവരെന്തിനാ വന്നേ? അവർ കടം മാറ്റാനാ വന്നേ. ഇപ്പറേ വേറൊരു കൂട്ടരുണ്ട്, അവരോട് ചോദിച്ചാൽ യേശു ആര്? അവർ പറയും ദൂതൊക്കെ പറയുന്ന യേശു. നിങ്ങളുണ്ടോ എൻ്റെ ഇവിടെ? ഇതെല്ലാം യേശുവാണോ? യേശു തന്നെ. പക്ഷെ അതിനപ്പുറത്ത് യേശുവിനൊരു മുഖമുണ്ട്. അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. സകലർക്കും അത് മനസ്സിലായില്ല. പക്ഷേ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാ. ഹല്ലേലൂയ. ഉടനെ 17-ാമത്തെ വാക്യത്തിൽ യേശു പത്രോസിനോട് പറഞ്ഞൊരു ഭാഗമുണ്ട്. വായിച്ച 17-ാമത്തെ വാക്യം. ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും പറഞ്ഞത് കേട്ട് പറയല്ല പത്രോസ് ചെയ്തേ. എല്ലാവരും പറയുന്നത് കേട്ട് പറയാൻ ആർക്കും കഴിയും? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? നമ്മളിവിടെ പാട്ട് പാടുമ്പോൾ അന്യഭാഷ പറയാറുണ്ട്. അഭിഷേകം പ്രാപിക്കാത്തൊരു അന്യഭാഷ പറയുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ നല്ല TV വെച്ച് നോക്കിയപ്പോൾ ഒരു കുട്ടി നിന്നിട്ട്, ഏതൊരു കുട്ടിയാ, അവനിങ്ങനെ റീബാ ബാബ എന്ന് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും റീബാ ബാബ. ഒരു കുട്ടിയാ, ഏത് കുട്ടിയാന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി. പറയുന്നത് കേട്ട് പറയാൻ എല്ലാവർക്കും കഴിയും. അവരെല്ലാം പറഞ്ഞു ഇവൻ ഇരമ്യാവാണ്, ഇവൻ പ്രവാചകനാണ്, ഇവൻ ഏലിയാവാണ്. അവരന്യോന്യം അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പത്രോസ് അവര് പറഞ്ഞൊന്നും കേട്ടില്ല. പത്രോസ് സ്വർഗത്തിലെ ദൈവം പറയുന്നത് കേട്ടു. യേശുവിന്റെ മറുപടി, ബെർയോനായ ശീമോനെ എന്ന് പറഞ്ഞാൽ യോനയുടെ പുത്രനായ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. ഞാൻ ഇന്ന് പകൽ ഇതിൻ്റെ അകത്തിരിക്കുന്നോട് പറയാം, ഒരുപക്ഷെ ഞാൻ സുവിശേഷം പറയുന്നത് കേട്ടായിരിക്കാം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞ വചനം കേട്ടായിരിക്കാം നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചത്. ഒക്കെ നേരാ. പക്ഷെ ഇന്ന് പകൽ അതിനപ്പുറത്തൊരു ബന്ധത്തിൽ പിടിച്ചോണം. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പത്രോസ് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ കണ്ടോ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, ജീവനുള്ള ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നത് പറയാം, യേശുവിനെ പറ്റി യഥാർത്ഥ വെളിപ്പാട് നിനക്ക് കിട്ടേണ്ടത് മനുഷ്യരുടെ കയ്യിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് കിട്ടണം. പിടികിട്ടുന്നുണ്ടോ? അങ്ങനെ ഒന്ന് കയറി വന്നേ. എത്ര പേർക്കാ പറയുന്നതിൻ്റെ ആഴം പിടികിട്ടി? ഞാൻ പറയുന്ന സുവിശേഷത്തിനകത്ത് യേശുവുണ്ടോ? 100% യേശുവുണ്ട്. ഞാൻ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദാ യേശു ഇതാ, ദാ യേശു ഇതാ, ഞാൻ ചൂണ്ടിക്കാണിക്കും. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിച്ച യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിലും അതിനപ്പുറത്ത് ദൈവത്തിൽ നിന്ന് നിങ്ങളൊരു വെളിപ്പാട് പ്രാപിച്ചോണം. ഇങ്ങനെ പ്രാപിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? അവരും ഇവരും പറയുന്ന കേട്ട് ഓടിപ്പോകും. പിടികിട്ടുന്നവരാമയും പറഞ്ഞാൽ മതി. എല്ലാവരും പറയുന്ന കേട്ട് യേശുവിനെ കണ്ടു നിന്ന വേറെ ആരെങ്കിലും വന്ന് പറയുന്നത് അവിടെ നമുക്ക് പുതിയൊരു യേശു വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട്. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ?
ഈ കാലഘട്ടം അത്രത്തെ വല്ലാത്ത കാലഘട്ടമാണ്. പൗലോസ് പറയും, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു ആത്മാവ്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു സുവിശേഷം ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഈ ശക്തി അതിൻ്റെ വ്യാപാരമേറെയുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അല്ലാത്ത ഒരു ക്രിസ്തു ഉണ്ട് കേട്ടോ. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവല്ലാത്ത ഒരു ആത്മാവ് ഉണ്ട് കേട്ടോ. ജീവനുള്ള പുത്രന്റെ ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം ദേശത്തുണ്ട്. അതുകൊണ്ട് പകൽ ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെ യേശുവിനെ പരിചയപ്പെടുത്തി സത്യമാ, പക്ഷേ അതിനപ്പുറത്ത് ദൈവത്തോട് ചോദിച്ച് ഈ ദൈവത്തെ, ഈ ക്രിസ്തുവിനെ ഒന്ന് പഠിക്കണം. അപ്പോൾ വല്ല സുവിശേഷത്തിനകത്ത് നിങ്ങൾ വീഴുകയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു പാസ്റ്റർ വിസിറ്റിങ്ങിന് വന്നെന്നിരിക്കാം, ഏതെങ്കിലും ഒരു സുവിശേഷകൻ വന്നെന്നിരിക്കാം, അദ്ദേഹം പറഞ്ഞ് വിപരീത ഉപദേശങ്ങൾ നിങ്ങളോട് പറഞ്ഞെന്നിരിക്കാം, വിപരീതമായ പദങ്ങൾ നിങ്ങളോട് പറഞ്ഞെന്നിരിക്കാം. നിങ്ങൾ അത് കേൾക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്തിരിപ്പുണ്ടെങ്കിൽ ആ ആത്മാവ് പറയും, എടാ ഇത് വേറെ സാധനമാണ്, പിടികിട്ടുന്നുണ്ടോ? ആത്മാവില്ലെങ്കിലോ അവര് പറയുന്ന ഉപദേശത്തിൽ കുരുങ്ങാനിടയുണ്ട്. ഇങ്ങനെ വരാതിരിക്കാൻ ദൈവം ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ അറിവ് ഭൂമിയിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ? ഉടനെ പത്രോസ് ആത്മാവിൽ ക്യാച്ച് ചെയ്തിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. മറുപടി, ഇത് ശിമോനെ, ജഡരക്തങ്ങളല്ല നിന്നെ വെളിപ്പെടുത്തിയത്, എൻ്റെ പിതാവ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ സൺഡേയിൽ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ചില വെളിപ്പാടുകൾ പ്രാപിച്ചോണം. മനുഷ്യൻ്റെ കയ്യിൽ നിന്നല്ല. പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരുടെ കയ്യിൽ നിന്നല്ല, മനുഷ്യനാനുമല്ല, ദൈവത്താൽ ആ വെളിപ്പാട് പ്രാപിച്ചത്. അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് ദമസ്കസിൽ വെച്ച് പിടിച്ച ശേഷം അവൻ ശിഷ്യന്മാരുടെ അടുക്കോട്ട് പോയില്ല, മൂപ്പന്മാരുടെ അടുക്കോട്ട് പോയില്ല. അവൻ അറേബ്യൻ മരുഭൂമിയിൽ പോയി ദൈവവുമായിട്ടൊരു ബന്ധത്തിലിരുന്നു. ദൈവവുമായിട്ട് ചില വർഷങ്ങൾ, 3.5 വർഷം കാത്തിരുന്ന് അവൻ ദൈവത്തിൽ നിന്ന് ചില വെളിപ്പാട് പ്രാപിച്ചിട്ട് അവൻ ഗലാത്യ ലേഖനം എഴുതി തുടങ്ങിയത്. ഗലാത്യ ലേഖനം 1:1 പൗലോസ് തുടങ്ങുന്നത് ആ വാക്യങ്ങൾ നമുക്ക് കാണുമ്പോൾ കാണാൻ കഴിയും. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. അവൻ പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവത്തോട് ചിലത് പ്രാപിച്ചിട്ട് അവൻ എഴുതി തുടങ്ങുക. ഗലാത്യ ലേഖനം വായിച്ചേ, 1-ാം അധ്യായം 1:1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. പൗലോസ് പറയുക, ഞാൻ എങ്ങനെയാ ഒരു അപ്പോസ്തലനായെന്നറിയാവോ? ഞാൻ എങ്ങനെയാ ഒരു സുവിശേഷകനായെന്നറിയാവോ? മനുഷ്യരാലല്ല. മനുഷ്യരാൽ, ഈ മനുഷ്യരാൽ സുവിശേഷത്തിൽ ഇറങ്ങിയവൻ ഓടിപ്പോകും. മനുഷ്യൻ നിർബന്ധിച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവൻ ഓടിപ്പോകും. നമ്മുടെ ഇടയിൽ ഒത്തിരി എണ്ണമുണ്ട്. ഒരു തവണ നമ്മൾ ബൈബിൾ കോളേജിൽ കൊണ്ടാക്കി, ഒരാഴ്ച കഴിഞ്ഞ് പോകും വേലി ചാടി വീട്ടിൽ. സഭക്കാരെല്ലാം കൂടെ ഊന്നി തള്ളി വിട്ട. ഹലോ, വേറെ തന്നെ നമ്മൾ 3 വർഷം ഉന്തിത്തള്ളി പഠിപ്പിച്ചു. ആട് കിടക്കുന്നവർക്ക് കൂടെ പോലും മനുഷ്യരാലാന്നേ, ദൈവത്താലാ നീ പിടിക്കപ്പെട്ടതെങ്കിൽ നിനക്ക് വിട്ടോടാൻ പറ്റത്തില്ല. എത്ര പേർക്ക് പിടികിട്ടിട്ടുണ്ട്? ഹല്ലേലൂയ. പൗലോസ് പറയും, ഞാൻ ഇറങ്ങിയത്, എന്നെ വിളിച്ചത് മനുഷ്യരാലല്ല, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്തിൻ്റെ ആത്മാവിനാൽ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇനിയുള്ള ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ദുർഘടമായതാ. നമ്മുടെ കാലം വല്ലാത്ത കാലമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിലെ സംഭവം കണ്ടു. ഇനി എവിടെയൊക്കെ ഉരുള് പൊട്ടാൻ കിടക്കുന്നു. മുല്ലപ്പെരിയാർ കേട്ടില്ലേ? പ്രവചിക്കാനൊന്നും ഞാനില്ലേ, ഭീതിപ്പെടുത്താനും ഇല്ല. പല പ്രവാചകന്മാരും പ്രവചിച്ച് വിടുന്നുണ്ട്. കള്ളപ്രവചനമാ, ചിലതൊക്കെ നേരെ ആയിരിക്കും. ഇപ്പം പൊട്ടും, ഇപ്പം പൊട്ടും, ഇപ്പം പൊട്ടും, എന്നാൽ പൊട്ടിക്കെന്ന് പറഞ്ഞ് നിൽക്കുക.
പൊട്ടുന്ന പൊട്ടട്ടെ, പൊട്ടായിരിക്കുന്ന അത് ദൈവത്തിനൊക്കെ ഇതോ എന്തേലും ആട്ടെ, പോട്ടെ. ഞാൻ പറഞ്ഞത്, അതെങ്ങാനും പൊട്ടിയാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കും. ആ ഒരു പൊട്ടലും ആ വെള്ളവും വന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ പല സന്തുലനാവസ്ഥ എല്ലാം തെറ്റും. അന്നോട്ട് നമുക്ക് കറണ്ടില്ല, ഓർത്തോണം. അന്നോട്ട് നമുക്ക് കറണ്ട്, പിന്നെ എന്ന് കറണ്ട് വരും? മിക്കവാറും ഒരു 2 വർഷം കഴിയാൻ വരുമെന്ന് തോന്നില്ല. എവിടുന്ന് കറണ്ട് വരും? തീർന്നേ. ഫ്രിഡ്ജെല്ലാം പോവും, മൊബൈലെല്ലാം പുസ്തകം എടുക്കേണ്ടി വരും. ഉണ്ടോ എൻ്റെ കൂടെ? ഈ വെള്ളമെല്ലാം കൂടെ ചെന്ന് കയറി വീഴുന്നത് കടലില്ല. എവിടെയാ? അറബിക്കടലിൽ നേരെ ഇങ്ങോട്ട് കയറി വരും. ആ കടൽ നേരെ ഇങ്ങോട്ട് കന്നേറ്റി കായലിലോട്ട് കയറും. കായലിൽ നിന്നൊരു വരവ് ഇങ്ങോട്ട് കരുനാഗപ്പള്ളി വഴി കയറി തലയുടെ മണ്ടേക്കൂടെ ഒരു വരവ്. മുല്ലപ്പെരിയാർ പൊട്ടിയാ നിനക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞിരുന്നേക്കരുത്, ആദ്യം നീയും പോക്കാ. പറഞ്ഞതിൻ്റെ അർത്ഥം, വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഓടുന്നത്. ഏത് സമയത്തും അപകടങ്ങളും അനർത്ഥങ്ങളും നമ്മളെ തൊടാം. അതിന് മുമ്പ് ദൈവത്തെ ഒന്ന് ചൊവ്വനെ അറിഞ്ഞോണം കേട്ടോ. ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം, ദൈവത്തെ ഒന്ന് ചൊവ്വന്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീട. എങ്ങോട്ടാ ഒരുങ്ങുന്നത്? വരവ്, കർത്താവിൻ്റെ വരവെടുത്തുന്നത്. രാജ്യം രാജ്യങ്ങളോടെതിർത്ത് തുടങ്ങിയല്ലോ ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിടുക. പ്രിയൻ വരവേന താമസം ഏറെയില്ല. അപ്പൊ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. പ്രൈസ് ഗോഡ്. യുദ്ധങ്ങൾ, യുദ്ധപോർവിളികൾ നടന്നുകൊണ്ടിരിക്കുക. ഇസ്രായേലിനെതിരെയും ഇറാനും മറ്റ് രാജ്യങ്ങളും ആക്രമിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇസ്രായേലിനെ തൊട്ടാൽ അമേരിക്ക അടിക്കുന്നു പറഞ്ഞ് അമേരിക്ക നിൽക്കുന്നു. അങ്ങാ സൈഡിൽ റഷ്യയും ചൈനയും ഒത്തു നിൽക്കുക. ഇങ്ങാ സൈഡിൽ നാറ്റോ സഖ്യങ്ങൾ അവർ കാത്തു നിൽക്കുക. ഒരു പടക്കം പൊട്ടിച്ചാൽ 3 ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. 1, 2 ലോകമഹായുദ്ധത്തിൽ അണുബോംബ് വർഷിച്ചത് നമുക്കറിയാം, ഹിരോഷിമയിലും നാഗസാക്കിയിലും. അന്നത്തെ കാലഘട്ടത്തിൽ അണുബോംബിന്റെ ശക്തികൾ ഇന്നും അവിടെ ജനിക്കുന്ന ജനം അംഗവൈകല്യമുള്ള മക്കളാ. അപ്പൊ ഇന്നത്തെ സാങ്കേതിക വിദ്യ ഇരിക്കുന്ന സാധനം എന്നാന്നാ വിചാരിച്ചേ? ഒറ്റ എണ്ണ ഇട്ടാ ഭൂമി മുഴുവൻ കത്തുന്ന സാധനം ഇരിപ്പുണ്ട്. അതെല്ലാത്തിൻ്റെ കയ്യിലും ഉണ്ട്, ഇന്ത്യയുടെ കയ്യിലും ഉണ്ടെന്നേ. സാങ്കേതിക വിദ്യയൊക്കെ വളർന്നു. പണ്ട് അമ്പും വില്ലും ഒക്കെ ആയിട്ട് യുദ്ധത്തിന് പോയ അതൊന്നുമല്ല ഇപ്പോ. ഉമ്മ പൊട്ടിക്കത്തേ ഉള്ളൂ. തങ്കപ്പ പൊട്ടിക്കടാന്ന് പറഞ്ഞാൽ ടപ്പേ ടപ്പേന്ന്. അപ്പൊ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല വരുന്നത്. എവിടുന്നെല്ലാം ആയിരിക്കും പണി നടക്കുന്നത്? യുദ്ധവും ക്ഷാമവും. യുദ്ധം ഉണ്ടായാൽ ക്ഷാമം ഉണ്ടാവും. ഈ മലയെല്ലാം കൂടി ഇഴിഞ്ഞ് വെള്ളം ഉണ്ടായി ഭൂകമ്പം ഉണ്ടാവും. കേരളത്തിലെ അണക്കെട്ടുകളെല്ലാം ഇരിക്കുന്നത് മലയുടെ ഇടയ്ക്കാണ്. ഈ മലയുടെ ഒരു ഒറ്റ ഭൂകമ്പം ഒന്നുണ്ടായ, റിക്ടർ സ്കെയിലിൽ ഒരു 7.1 ഭൂകമ്പം ഉണ്ടായ സകലവും പൊട്ടും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായി, നിന്ന് വിറക്കുക, ഭൂമി കിടുകിട മത്തനെ പോലെ ചാടുമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. പോസ്റ്റൊക്കെ കിടന്ന് കിട്ടുകിട കെട്ടിടം ഇങ്ങനെ വെടച്ച് പൊട്ടി വീഴുക. ഇതുപോലത്തെ ഒരു ഭൂകമ്പം ഇടുക്കി വല്ലതും ഉണ്ടായ എത്ര എണ്ണ ഡാം മുഴുവൻ ഇങ്ങോട്ട് പൊട്ടിക്ക്? കേരളമില്ല. അപ്പം അതിനു മുമ്പ് ഞാൻ പറയുന്നത്, ദൈവത്തെ നീ ഒന്ന് തിരിച്ചറിഞ്ഞോണം. പത്രോസ് പറഞ്ഞു, ഞാൻ മറ്റുള്ളവർ കണ്ടതുപോലല്ല നിന്നെ കണ്ടത്. യോഹന്നാനും യാക്കോബും കണ്ടതുപോലല്ല ഞാൻ നിന്നെ കണ്ടത്. അവരറിഞ്ഞ പോലല്ല ഞാൻ നിന്നെ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞത് മനുഷ്യരല്ല, ദൈവത്താൽ. നീ ജീവനുള്ള പുത്രൻ്റെ ക്രിസ്തു. ഈ പകലിൽ ആ ഒരു വെളിപ്പാട് നമ്മക്കകത്ത് കയറണം. ഇത്രയൊക്കെ കാലമായി സുവിശേഷം പറഞ്ഞിട്ട്
ഇന്നും ശരിക്കും ദൈവത്തെ അറിയാൻ വയ്യ എന്നുള്ളതാ സത്യം. കഴിഞ്ഞ രാത്രി നമ്മൾ പ്രസംഗിച്ചു, ദൈവം സ്നേഹവാ, എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. ഇതാ കേട്ടത്. അപ്പൊ പുറത്തോന്നറിയാൻ ഇറങ്ങിയപ്പോഴേ ഒരു കാര്യം ചോദിച്ചു. പിന്നെ പാസ്റ്ററൊക്കെ പറയും ചത്താലും നീ പോയത് തന്നെ, നീ പോകും, നരകക്കുഴിയിലോട്ട് പോകും. എന്നോട് പണക്കൊന്നും വേണ്ട. ദൈവത്തെ അറിയണം. ഇങ്ങോട്ട് നോക്കിയേ, ഈ കരുനാഗപ്പള്ളിയിൽ ഏറ്റവും വലിയ കള്ളം നീയായിരുന്നു. നിന്റെ ഇത്രയും കള്ളമൊന്നും അവർ ചെയ്തില്ല കേട്ടോ. കരുനാഗപ്പള്ളിയിൽ നിന്നെ പോലെ പീഡകൻ വേറെ ആരുമില്ലായിരുന്നു. നിന്നോട് ദൈവം ക്ഷമിച്ചില്ലേ? നിന്നോട് ദൈവം ക്ഷമിച്ചോ? എന്നാ അവരോടും ക്ഷമിക്കും. എന്നാ നീ പൊറുക്കണം. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയുന്നു, ദൈവത്തെ അറിയാത്ത കൊണ്ടാ നീ ഇത് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞു, പാടില്ല, അത് ചെയ്യണം. പാഷൻ അങ്ങനെയൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയും. എന്നാ കാരണം? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഇതിനകത്തിരിക്കുന്നോട് പറയാം, എല്ലാം പൊറുക്കണമെങ്കിൽ, എല്ലാം ക്ഷമിക്കണമെങ്കിൽ, എല്ലാം സ്നേഹത്തിൽ കൂടെ കാണണമെങ്കിൽ അതിനു മുമ്പ് ദൈവത്തെ മനസ്സിലാക്കണം. നീ ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയാത്ത കൊണ്ടാ ഇപ്പോഴും നിന്റെ അകത്ത് പകയിരിക്കുന്നത്, ഇപ്പോഴും നിന്റെ അകത്ത് പിണക്കം ഇരിക്കുന്നത്, ഇപ്പോഴും നിന്റെ അകത്ത് പാപമിരിക്കുന്നത്. സ്തോത്രം പറയുന്നില്ലല്ലോ, സ്തോത്രം പറയുന്നില്ലല്ലോ എന്ന്. പിണക്കമുണ്ടോ? കുശുമ്പുണ്ടോ? വൈരാഗ്യമുണ്ടോ നിന്റെ അകത്ത്? നീ യേശുവിനെ അറിഞ്ഞിട്ടില്ല. നീ യേശുവിനെ ബെറയോനായ ശീമോനെ, ജഡരക്തങ്ങളല്ല നിന്നെ വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഒന്നും കൂടെ പറയാം, ഇങ്ങനെ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇത് വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഞാൻ ഓർക്കുക, 10 ദിവസം ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറി നിന്ന ഈ സഭയെ പൊളിഞ്ഞു പോകും. ഹലോ, എനിക്ക് നല്ല ഉറപ്പാണ്. എന്താ കാര്യം? ദൈവത്തെ ഇതുവരെയും അറിഞ്ഞില്ല. പിന്നെ പാഷ അടുത്ത ആഴ്ച ഇല്ലെന്നൊന്ന് കരുതിക്കേ, അമേരിക്കയ്ക്ക് പോയെന്ന് കരുതിക്കോ, പോകട്ടെ, സ്വത്രം പോകട്ടെ. ഇവിടെ വന്ന് ഈ ഓർഗനും വെച്ച് ഈ മൈക്കും വെച്ചിട്ട് രാജുവണ്ണം പ്രസംഗിക്കൂ? നിശ്ചിതേജി പ്രസംഗിക്കുവോ? ഞാനില്ലെങ്കിൽ ഈ ആരാധന നിങ്ങൾ നടത്തുവോ? മാസ്റ്ററില്ലല്ലോ, നമുക്ക് വീട്ടിലെങ്ങാനും. എന്നാന്നറിയാവോ? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ അറിയാത്ത കൊണ്ടാ. അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇവിടെ വരും. പിടികിട്ടുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പഠിപ്പിക്കുന്ന പരിമിതികൾക്കപ്പുറത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട് കേട്ടോ. എൻ്റെ വാക്കുകളുടെ പരിമിതിയിൽ നിൽക്കുന്നവനോ അടങ്ങുന്നവനോ അല്ല ദൈവം. എൻ്റെ വാക്കുകളുടെ പരിമിതിയിൽ ഒതുങ്ങുന്നവനല്ല ദൈവം, അതിനപ്പുറത്താണ് ദൈവം. ആ ദൈവത്തെ വ്യക്തിപരമായി ഹൃദയത്തിനകത്ത് വെളിപ്പാടിനാൽ ഒന്ന് കണ്ടെടുക്കാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. അത് ഏറ്റെടുക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. അങ്ങനെയുള്ളവർ ഉറച്ചു നിൽക്കും, അവര് കുലുങ്ങത്തില്ല. നമ്മൾ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, പാലം കുലുങ്ങിയാലും കേളൻ ഇങ്ങനെ കിട്ടുന്നവനാ. ഈ വെളിപ്പാട് ഇവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെന്ന് യേശുവിന് പിടികിട്ടിയപ്പോൾ യേശു അവനോട് പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും,
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. 17-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചേ. യേശുവിനോട് ബെറിയോനായ ശീമോനെ. ശീമോൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാങ്ങണ എന്ന. എന്താണ് ഞാങ്ങണ? ഞാങ്ങണ എന്താണെന്നറിയോ? ഞാങ്ങണ ഞാങ്ങണ അറിയത്തില്ലേ? ഞാങ്ങണ ഈ പാടത്തൊക്കെ ഈ പായ ഉണ്ടാക്കുന്ന ഒരു സാധനം കണ്ടില്ലേ? പായ. എന്നിവിടെ എന്നാ പറയുന്നത്? കൈതയോ? ആ, അത് തന്നെയാ ഈ ഞാങ്ങണ. ആ ഞാങ്ങണ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? എങ്ങനാ? നേരെ ഇങ്ങനെ നിൽക്കുകയാണോ? അതിങ്ങനെ കാറ്റടിച്ചാൽ അത് അങ്ങോട്ട്, ഇങ്ങോട്ട് കാറ്റടിച്ചാൽ ഇങ്ങോട്ട്, മേലോട്ട് കാറ്റടിച്ചാൽ മേലോട്ട്, താഴോട്ട് കാറ്റടിച്ചാൽ. ഞാങ്ങണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ആടി ഒലഞ്ഞ് നിൽക്കുന്നവനാണ്. ഞാങ്ങണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ആടി. ശീമോൻ എന്ന പേരിൻ്റെ അർത്ഥം ആടി ഒലഞ്ഞ് നിൽക്കുന്ന ഞാങ്ങണ എന്നാണ്. ഈ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഞാങ്ങണയായ ശീമോൻ ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട് പ്രാപിച്ചപ്പോൾ തമ്പുരാൻ അവന്റെ പേര് മാറ്റി. അന്നേരം അവനെ വിളിച്ചു കേഫാ, പാറ. പിടികിട്ടുന്നോ? നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? നിങ്ങൾക്ക് പിടികിട്ടിയോ? ജീവനുള്ള ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചപ്പോൾ കർത്താവ് അവനെ എടുത്ത് പേര് വിളിച്ചു. നീ പത്രോസ്. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം കേഫ, പാറക്കഷണം. നിങ്ങളുണ്ടോ ഇവിടെ? നിങ്ങളുണ്ടോ ഇവിടെ? ഞങ്ങണയായ പത്രോസിനെ ആമേൻ ദൈവം പാറയാക്കിയത് എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചപ്പോൾ അവൻ്റെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ക്യാരക്ടർ മാറി. അവൻ ഉറപ്പുള്ള പാറക്കഷണം. അങ്ങനെങ്കിൽ ഇതിനകത്ത് പല ഞാങ്ങണകളും ഇരിപ്പുണ്ട് കേട്ടോ. ഇതിനകത്ത് ആടി ഉലയുന്ന പലരും ഇരിപ്പുണ്ട്. പ്രശ്നം വരുമ്പോൾ ആടി ഉലയുന്നവർ, രോഗം വരുമ്പോൾ ആടി ഉലയുന്നവർ, നിരാശ വരുമ്പോൾ ആടി ഉലയുന്നവർ, കടഭാരം വരുമ്പോൾ ആടി ഉലയുന്നവർ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട് പ്രാപിച്ചാൽ നീ കേഫയായി മാറും, നീ പാറക്കഷണമാകും, നീ ഉലയുകയില്ല. അതുകൊണ്ടാ പറഞ്ഞ് യേശുവിനെ ഒന്ന് തിരിച്ചറിയാൻ. ഇത്ര നേരം ഞാൻ ഈ വളച്ചു കൊണ്ടത് എന്തിനാ നിങ്ങൾ ദൈവത്തിൽ നിന്ന് പിടികിട്ടാൻ പറഞ്ഞത്? ഞാങ്ങണ സ്വഭാവം പോകാനാ. പാസ്റ്റർ ഇല്ലെങ്കിലും സഭയില്ലേലും പാറയാണ് നിൽക്കുന്നു. പാറക്കഷണം. ഞങ്ങളുടെയാണേലോ ഞായറാഴ്ച യോഗത്തിന് വന്ന് മെസ്സേജൊക്കെ കേട്ട് ഉറപ്പിച്ച് വീട്ടിലോട്ട് ചെന്ന് തിങ്കളാഴ്ച പണിക്ക് പോകുമെന്ന് ഓർത്തപ്പോൾ പണിയില്ല. യോഗത്തിന് പോയിട്ടും കാര്യമൊന്നുമില്ല. സ്വത്രാഴ്ച വന്ന് ഇട്ടതാ. എന്നിട്ടും ഇങ്ങോട്ട് കാറ്റടിച്ചപ്പോൾ അങ്ങോട്ട് പോയി. രോഗം വന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ടും രോഗത്തിനൊരു ശമനമില്ല. ഞാങ്ങണ കാറ്റടിച്ച് ഇങ്ങനെ. കച്ചവടത്തിന് ഇന്ന് ടിക്കറ്റ് എടുത്തതാ. ഇന്നലെ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നാ. തിങ്കളാഴ്ച ഒന്നും അടിച്ചില്ല. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പോരാ. ഞാങ്ങണ പാറകഷ്ണമായാലോ കച്ചവടമില്ല. പിന്നെ പുല്ല്. ലോട്ടറി ഒന്നും പറ്റില്ല. ഒന്നും എനിക്ക് വിഷയമല്ലെന്നേ. മീൻ മേടിച്ച് ഒരു പെട്ടി വീട്ടിൽ ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കുകയല്ല. രോഗം മുഴുവൻ രോഗമാണ്. ശരീരം മുഴുവൻ രോഗമാണെങ്കിലും പാറ പോലെ നിൽക്കും. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെ ഒന്ന് കയറി വരണം ദൈവസഭ. കരുനാഗപ്പള്ളിയിലെ ദൈവജനം ഈ നിലയിലൊന്ന് കയറി വരാൻ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നു. നീ ആടി ഉലയുന്ന ഞാങ്ങണയുടെ കൂടെ ആടി ഉലയാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഈ പട്ടണത്തിലെ പാറക്കഷണമാക്കി എന്റെ ദൈവം നിന്നെ മാറ്റാൻ പോവുക. പത്രോസിനെ ദൈവം വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ഞാങ്ങണയായവനെ ഉറപ്പിക്കാനോ. ഈ പകൽ ചിലതിനെ ദൈവം ഉറപ്പിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടിയല്ലോ. നീ പറ, ശീമോനാകണോ കേഫയാകണോ? ഞാങ്ങണയാകണോ പാറകഷ്ണമാകണോ?
പറഞ്ഞേ, എന്താകണം? രാജുവിന് എന്താകണം? പ്രദീപന് നിങ്ങൾ എന്താകണം? എങ്ങനാകും? പാറക്കഷണമാകി എന്ത് ചെയ്യണം? ബെറയോനായ ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗത്തിലെ ദൈവം. അങ്ങനെയെങ്കിൽ ഞാങ്ങണയായ നാം പാറക്കഷണമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട് കിട്ടണം. യേശുവിൻ്റെ നാമത്തിൽ ഈ വിശുദ്ധ സൺഡേയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ ഒരു വെളിപ്പാട് ഇറങ്ങി വരട്ടെ. എല്ലാ ആടി ഉലയുന്ന ഞാങ്ങണകളും വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പാറക്കഷണങ്ങളാക്കി ദൈവം ഈ പട്ടണത്തിൽ ഇതിനകത്തിരിക്കുന്നവരെ ഉറപ്പിക്കട്ടെ. കമാൺ, യേശുവിന്റെ നാമത്തിൽ ഒരു പാറക്കഷണമായി എന്റെ ദൈവത്തിനെ മാറ്റാൻ പോവാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് അല്പനേരം ഒന്ന് സ്തുതിക്ക്. ഈ പകൽ ചിലതിനെ പാറ. ആമേൻ, ആമേൻ, ആമേൻ. യേശു അവനോട്, ബെറയോനായ ശീമോനെ എന്ന് പറഞ്ഞ ആടി ഉലയുന്ന ഞാങ്ങണേ, വിളി കേട്ടോ. വെളിപ്പാട് കണ്ടവനെ നോക്കി കർത്താവ് വിളിക്കുക, എടാ ആടി ഉലയുന്ന ശീമോനെ, നീ കേഫയാ. 12 പേര് നിപ്പുണ്ട്. അതിനകത്ത് ഒരുത്തനായി വെളിപ്പാട് കണ്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ റൂട്ടിൽ നിങ്ങളൊന്ന് വന്നേ. യേശു ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസര വന്നിട്ട് പാറക്കഷണം വല്ലതും ഉണ്ടോന്ന് അറിയാൻ ചുറ്റും നോക്കി. എടാ, ഈ നിൽക്കുന്ന ഈ പുരുഷാരം എന്നെ പറ്റി എന്നാ പറയുന്നത്? പുരുഷാരം മുഴുവൻ ആടി നിൽക്കുന്ന കണ്ടപ്പോ യേശു ഇവന്മാർ എന്നെ പറ്റി എന്നതാണ്? ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ, ചിലർ പറഞ്ഞു യിരെമ്യാവ്. യേശുവിന് പിടികിട്ടി ഇതെല്ലാം ഞാങ്ങണയാ. കൂടെ നിൽക്കുന്ന 12 എണ്ണത്തെ ഒന്ന് നോക്കി, ഇവന്മാര് വല്ലതും പാറക്കഷണം ഉണ്ടോ എന്നറിയാൻ നോക്കിയപ്പോൾ 12 നിന്ന് കാറ്റടിച്ച് ആടുക. യോഹന്നാനും യാക്കോബും അന്ത്രയോസും യൂദയൊക്കെ നിലത്ത് കിടക്കുക എന്ന് എനിക്ക് തോന്നുന്നത്. കാറ്റടിച്ച് യൂദയൊക്കെ നിലത്ത് കിടക്കുക. ഇങ്ങനെ 12 എണ്ണത്തെ നോക്കി തമ്പുരാൻ വിചാരിച്ചു, എൻ്റെ പൊന്നെ, ഞാൻ ഇത്രയും നാളും കൂടെ നിന്നിട്ട് ഇവനൊന്നും പാറക്കഷണമായില്ലല്ലോ, എല്ലാം ഞാങ്ങണയാ. 12 പേര് ചോദിച്ചു, നിങ്ങളും ഞാങ്ങണയാണോ? ഉടനെ പത്രോസ് പറഞ്ഞു, ഞാനൊന്നും ഞാങ്ങണയല്ല, ഞാൻ പാറയാ. പിടികിട്ടുന്നവരുണ്ടോ? ഇതിനകത്ത് ഞാങ്ങണയാണോ ഇരിക്കുന്നത്, പാറയാണോ? പറ. എത്ര വർഷമായി ഈ യേശുവിനെ അറിഞ്ഞിട്ട്, എത്ര വർഷമായി ഈ സുവിശേഷം നീ അറിഞ്ഞിട്ട്, എത്ര വർഷമായി യേശുവിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കുന്നത്? നീ ഞാങ്ങണയാണോ, പാറയാണോ? ഇന്ന് പകൽ പേര് മാറട്ടെ. ഞാങ്ങണ സ്വഭാവം മാറട്ടെ. ആടി ഉലയുന്ന കൈതയെ പോലെയല്ല നീ, ഉറപ്പുള്ള പാറക്കഷണം പോലെ ക്രിസ്തുവിൽ ഉറയ്ക്കുന്ന പകലായി തീരേണ്ടതിന് യേശുവിന്റെ വെളിപ്പാട് ഇന്ന് പകൽ സ്വീകരിക്കുക. എത്ര നല്ല സന്ദേശം ഈ പറയുന്നേ. ഞാങ്ങണ ഉള്ളതുകൊണ്ടാ ഓടി ഓടി പോകുന്നത്. കുറച്ച് നാൾ വരും പ്രാർത്ഥനയ്ക്ക്, പിന്നെ പാറയാണല്ലോ എടുത്തിട്ട് അവിടെ തന്നെ നടക്കും. പാറക്കഷ്ണമാണല്ലോ. ഒരു ഞാങ്ങണയും ഒരു പാറക്കഷ്ണവും കയ്യിലെടുത്തു വന്ന് ആ കരുനാപ്പള്ളി ടൗണിലോട്ട് വന്നിട്ടേ, ആ ബസ് പോണ വഴി ഒരു പാറക്കഷ്ണവും ഒരു കൈതയുടെ കഷ്ണവും. ഒരു സൂപ്പർ ഫാസ്റ്റ് പാഞ്ഞ് വരാമെങ്കിൽ കൈത ഒടിഞ്ഞു പറഞ്ഞ് കീറി പറഞ്ഞ് അതിൻ്റെ പരിപാടി തീർന്നു. പാറയോ ആ ടയറെ മുട്ടും, ടയറ് കയറും, പക്ഷെ ടക്കെന്നൊരു ഒച്ച കേൾക്കും, അവൻ തെറിച്ചു പോകും, അവൻ അപ്പുറം കിടക്കും. ഉണ്ടോ നിങ്ങളിവിടെ? ആരൊക്കെ ചവിട്ടിയാലും, ഏതൊക്കെ മഴ പെയ്താലും, എന്നൊക്കെ ഉരുള് പൊട്ടിയാലും
ഉരുണ്ട്. ഇന്ന് ഈ വിശുദ്ധ ആരാധനയിൽ ഇതിനകത്തിരിക്കുന്ന ആരെയൊക്കെയോ ദൈവം അങ്ങനെ എടുക്കാൻ പോവുക. നിന്നിലുള്ള ആടിയൊലയുന്ന ഞാങ്ങണകളെ വലിച്ചു പറിച്ചു കളഞ്ഞ് പട്ടണത്തിൽ കൊല്ലകയിൽ മൈനാഗപ്പള്ളിയിൽ ദൈവം നിങ്ങളെ അങ്ങനെ നിർത്താൻ പോവുകയോ. വിശ്വസിക്കുക, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് ദൈവത്തെ പ്രാപിച്ചെടുക്കുമോ? വെളിപ്പാട് കിട്ടിയ ഉടനെ തമ്പുരാൻ അവനെ നോക്കിട്ട് പറയാ, നീ പത്രോസാകുന്നു പറഞ്ഞ നീ പാറക്കഷ്ണമാകുന്നു. അടുത്തത്, ഞാൻ ഈ പാറമേൽ എന്റെ സഭയെ പണിയും. പത്രോസിന്റെ പുറത്തല്ല സഭ പണിതേ. നീ പാറക്കഷ്ണമാകുന്നു. ഈ പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ നീയാകുന്ന പാറക്കഷണങ്ങൾ എടുത്തു വെച്ച് ഞാൻ സഭയെ പണിയും. പത്രോസിന്റെ പുറത്തല്ല പാറ പണിതേ. ഞാൻ പാറ, ക്രിസ്തുവ പാറ. നമ്മളെല്ലാം പാറ കഷണമാണ്. ഒരു കയ്യാല പണിയുന്നത് എങ്ങനാ? കല്ല് കല്ലിനോട് ചേർത്ത് വെച്ചാ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. പല വീടും പണിയുമ്പോൾ കയ്യാല പണിയുമ്പോൾ ചില കല്ലൊക്കെ ചില തള്ളിക്കളയും, അടിച്ചിട്ട് കൊള്ളുകയില്ലാത്ത തള്ളിക്കളഞ്ഞ കല്ല. യഹൂദന്മാർ തള്ളിയ കല്ല ക്രിസ്തു. ആ പാറയിൽ ചേർത്ത് വെച്ച് പണിയുന്ന പാറക്കഷണങ്ങളായ നാം കൂടിച്ചേരുമ്പോഴാ സഭയാകില്ല. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ പാറക്കഷണമാകുന്നു. ഈ പാറമേൽ നിന്നെ ചേർത്ത് വെച്ച് ഞാൻ പണിയും. എത്ര പേര് ഇന്നലെ പകലിൽ അതൊന്ന് കേൾക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ദൈവസഭയുടെ ആമേൻ കരുനാഗപ്പള്ളിയിലുള്ള കർത്താവിൻ്റെ സഭയുടെ, കേൾക്കണമേ, പെന്തക്കോസ് IPCയുടെ സഭയല്ല, ഫിന്നിപ്പാസ് കൊണ്ടുവരുന്ന ന്യൂമയുടെ സഭയല്ല, കർത്താവിൻ്റെ സഭയുടെ, കർത്താവാകുന്ന പാറയുടെ സഭയിലെ പണിയുടെ സൈഡിലിരിക്കുന്ന പാറക്കഷണമാം നീ. നമ്മുടെ പറയാം, ഒരു സഭ പണിയുന്നത് ഞാങ്ങണ വെച്ചല്ല, പാറ കഷണം വെച്ച. അപ്പോ ദൈവസഭ എന്ന ദൈവത്തിൻ്റെ സഭ, IPCയുടെ കാര്യമല്ല പറഞ്ഞേ, ദൈവസഭയാകുന്ന ദൈവത്തിൻ്റെ സഭയിൽ നിന്നെ എപ്പോഴാ എടുക്കുന്ന പണിയാൻ? നിങ്ങൾ തന്നെ ചിന്തിച്ചോണം. എന്നെ ദൈവം തൻ്റെ സഭയിൽ പണിയാൻ കല്ലായി എടുത്തോ? ഞാങ്ങണയൊന്നും വേണ്ട, ഞാങ്ങണയൊന്നും പണിയാൻ എടുക്കത്തില്ല, കല്ല് മാത്രം മതി. ഇതിനകത്ത് ചില കല്ലുകൾ ഉണ്ടോ 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 അതോ മുഴുവൻ ഞാങ്ങണയാണോ? അങ്ങനെയെങ്കിൽ ഞാങ്ങണയല്ല, ഇന്ന് ആറ്റി കൂടെ ഒഴുക്കി വിടാൻ പോവുക. കന്നറ്റിക്കായിൽ ഞാങ്ങണ മുഴുവൻ ഒഴുക്കിയിട്ട് ഇന്ന് നമ്മൾ പോവുള്ളൂ. പാറക്കഷണമായിട്ട് പോകണം. ദൈവസഭയുടെ കൂടി ചേർത്ത് പണിയപ്പെടുന്ന ഒരു സഭയുടെ അടിസ്ഥാനയായി യേശുവിന്റെ നാമത്തിൽ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. അടുത്തത്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കാതിരിക്കണമെങ്കിൽ ഞാങ്ങണ മാറി പാറയാകണം. അടുത്ത വിഷയത്തിലേക്ക് വരുന്നേ. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഒരു ദോഷവും നിന്നെ, ഒരു ബാധയും നിന്നെ തൊടുകയില്ല. ഇന്നല്ലേ പ്രസംഗിച്ചേ? തൊടുവോ? തൊടുവോ? ഞാങ്ങണയെല്ലാം തൊടും, ആറക്കഷണത്തെ തൊടുകയില്ല. കൂടെ വാ. നീ ഞാങ്ങണയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ ദോഷം മുഴുവൻ നിന്റെ നേരെ ഉണ്ടോ? എൻ്റെ കൂടെ നീ ഞാങ്ങണയാണെങ്കിൽ കൈനീട്ടം വിറ്റില്ലെങ്കിൽ നിനക്കന്ന് കച്ചവടം കാണുകയില്ല. എൻ്റെ കൂടെ വാ. നീ ഞാങ്ങണയാണെങ്കിൽ വലതുഭാഗത്ത് ഉപ്പിനെ കണ്ടില്ലെങ്കിൽ നിന്റെ പരിപാടിയൊന്നും നടക്കുകയില്ല. നീ പാറക്കഷ്ണമാണെങ്കിൽ കൈനീട്ടം മൊത്തം കടം പോയാലും
നിന്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കറുത്ത പൂച്ച 100 വട്ടം ചാടിയാലും. അതുകൊണ്ടാണ് ഞങ്ങൾ പൂച്ചയൊക്കെ വീട്ടിൽ വളർത്തുന്നത്. ഞങ്ങളുണ്ടോ എൻ്റെ കൂടെ? അത് മുമ്പിൽ കൂടെ ചാടും, പുറകിൽ കൂടെ. ഉപ്പനെ വേണേൽ വീട്ടിൽ വളർത്താം, നീ ഞാങ്ങണയാണെങ്കിൽ വളർത്തുകയല്ല. ഈ പകലിൽ നീ പാറക്കഷണമായി മാറണം. നീ കേഫ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലരെ കർത്താവ് വിളിക്കട്ടെ. നീ കേഫയാകുന്നു, നീ കേഫയാകുന്നു, നീ കേഫയാകുന്നു, നീ കേഫയാകുന്നു. നിന്നിലുള്ള പാറ പോലത്തെ ഉറപ്പിനെ അതാണ് ദൈവം കാണാൻ ആഗ്രഹിക്കുന്നത്. ആ ഞാങ്ങണ ഇന്ന് പകൽ നിന്നിൽ നിന്ന് പറിച്ചു കളഞ്ഞ്, അവൻ ഞാങ്ങണയായ നിന്നെ കൊല്ലകയെന്ന് പറിച്ചു കളഞ്ഞ് പാറയാകുന്ന കല്ലാക്കി നിന്നെ അവിടെ ചേർക്കാൻ പോവുകയാ. നിന്നിലുള്ള ഞാങ്ങണ ഇന്ന് പകൽ വലിച്ചെറിഞ്ഞു കളയാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറമേൽ. അതുകൊണ്ട് ഉറവക്കരെ ചില ഞാങ്ങണയൊക്കെ വന്നെന്നോർത്ത് ഞങ്ങൾ പേടിക്കുകയില്ല. ഞാങ്ങണയെല്ലാം കൂടെ ഉറവക്കരെ എന്തിനാ വന്നേ? സഭ പണിയല്ലെന്നേ. നിങ്ങളുടെ രാമയം പറ. സഭ പണിയണേ പാറ പാറക്കഷണമാണോ? ഞാൻ പറയാം അവരുടെ സഭ. എന്നെ നോക്കി ഞാനും പറയും, എൻ്റെ സഭയിരിക്കുന്നത് പാറക്കഷണമാണെങ്കിൽ ഇവിടെ കാണും. ഞാങ്ങണയാണേലോ പോയിരിക്കും. ഞാങ്ങണയെല്ലാം പോട്ടെ. ഇനിയും ഞാങ്ങണയുണ്ട്, അതുകൂടെ പൊട്ടത്തെ ഞാൻ പറയത്തുള്ളൂ. നിശ്ചയിച്ച് ഞാങ്ങണയാണെ പൊക്കോ. ഞാൻ ചൂണ ഞാങ്ങണയാണേ പൊക്കോ. എനിക്ക് പാറകഷണം മതി. എനിക്കല്ല, കർത്താവിന് പാറകഷണം മതി. നിനക്കത് പാറക്കഷണമായിട്ടിരിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പത്രോസിനെ നോക്കിട്ട് പറഞ്ഞു, ബെറയോനായ ശീമോനെ, നിന്റെ പേര് കേഫാവ് എന്നാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അർത്ഥം, ഒരു സഭ പണിയപ്പെടുന്നത് പാറക്കഷണത്തിനകത്താ. ഞങ്ങളുടെ പുറത്തല്ല സഭ പണിയുന്നത്. ഞങ്ങളുടെ പുറത്ത് പണിയുന്ന സഭകളുണ്ട്. അത് കാറ്റടിക്കും, വൻമഴ പെയ്യും, അത് ഒഴുകിപ്പോകും. പക്ഷെ പാറപ്പുറത്ത് പണിത് സഭയൊന്നും ഇളകത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ 10 വർഷമായി ദൈവസഭ ഈ പട്ടണത്തിനകത്തുണ്ടെങ്കിൽ 5 or 6 കല്ല് ഇതിനകത്തുള്ളതുകൊണ്ട് എല്ലാം ഞാങ്ങടെ ഒഴുകിപ്പോയാലും കല്ലുകൾ ഇതിനകത്തുണ്ടെന്ന് ഉറപ്പുണ്ട്. ആ കല്ലുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു കല്ലായി ഈ ദിവസങ്ങളിൽ കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അങ്ങനെയെങ്കിൽ ഒരു ദൈവസഭ പണിയപ്പെടണമെങ്കിൽ, പണിയപ്പെടാന്ന് പറഞ്ഞാൽ കല്ലും സിമെന്റും കൊണ്ടെടുത്ത് കെട്ടിടം പണിയുന്ന കാര്യമല്ല പറയുന്നത്. നമ്മുടെയൊക്കെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരത ഒരു സഭയ്ക്ക് വസ്തുവൊക്കെ മേടിച്ച് കെട്ട, അതിൻ്റെ കാര്യമല്ല പറയുന്നത്. ഒരു ദൈവസഭ പട്ടണത്തിൽ അത് സഭയായി കെട്ടിപ്പടുത്ത് വരണമെങ്കിൽ പാറകഷ്ണം വേണം. 5-6 പാറകഷ്ണം ഉള്ളതുകൊണ്ടാണ് ഈ സഭ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ദൈവം നിന്നെ പാറയായിട്ട് കണ്ടിട്ടുണ്ടെന്നർത്ഥം. ദൈവം നിന്നെ നോക്കിയപ്പോൾ 12 പേരെ നോക്കിയപ്പോൾ എല്ലാം 11 ആടി ഒലഞ്ഞ് നിൽക്കുക. ആടി ഒലഞ്ഞ് നിൽക്കുന്നതിനെല്ലാം തമ്പുരാൻ വലിച്ചു ദൂരെ കളഞ്ഞു. പത്രോസിനെ മാത്രം അകത്ത് പിടിച്ചു. ഇതിനകത്തിരിക്കുന്ന പാറ കഷണങ്ങൾക്കായി സ്തോത്രം. ഞാൻ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും പാറ കഷണമാ. ഇതിനകത്തിരിക്കുന്ന നീ ഓരോരുത്തരും പാറ കഷണമാ. അതുകൊണ്ടാണ് ഈ 10 വർഷമായിട്ട് ഈ ദൈവസഭയിൽ നീ അടിയുറച്ചു നിൽക്കുന്നത്. ദൈവസഭയിൽ നീ ഉറച്ചു നിൽപ്പുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിൽ നീ നിൽപ്പുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും, നീ പാറയാണ്, നീ പാറയാണ്. അല്ല, ആരെങ്കിലും ഇന്ന് പകലിൽ അതിലേക്ക് വരാനുണ്ടെങ്കിൽ ഈ ദൈവവചനത്തിന്റെ വെളിപ്പാടിനകത്ത് ഒരു പാറക്കഷണമായി മാറുക. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് നമ്മൾ പാടിയത്, ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം. പാറകഷണമാകണ്ട, നമ്മൾ പാറകഷണമാണ്. ബെറിയോനായ ശീമോനെ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അടുത്തത്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ പറയും. പാതാള ഗോപുരങ്ങൾ അതൊരു സബ്ജക്റ്റ് തന്നെയാണ്. വാഴ്ചകൾ, അധികാരം,
ഈ ലോകത്തിലെ ദുഷ്ടാത്മസേന, ഇതെല്ലാം ശത്രുവിൻ്റെ പര്യായങ്ങളാണ്. ഈ പൈശാചിക ശക്തി ആരുടെ മേലെ ജയിക്കാതെ വരുന്നത്? ആരെ കാണുമ്പോഴാ പേടിച്ചോടുന്നത്? ആറക്കഷണത്തെയാണ്. ഞാങ്ങണയെ വാഴ്ച കാറ്റടിപ്പിക്കും, ഞാങ്ങണയെ അധികാരം പീഡിപ്പിക്കും. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? നിങ്ങളൊരു പാറക്കഷ്ണമാണ്. ഈ ദേശത്തിലെ സകല പിശാചും നിന്റെ നേരെ ഊതിയാലും നീ അനങ്ങുകയില്ല, നീ അവിടെ തന്നെ നിൽക്കും. ഇല്ലെങ്കിൽ യോബിൻ്റെ വീട്ടിൽ വന്ന് സാത്താൻ ഒരു കാറ്റടിപ്പിച്ചു, മുഴുവൻ മക്കളും ചത്തു. അടുത്ത കാറ്റടിപ്പിച്ചു, മുഴുവൻ ആടുമാടുകളും ചത്തു. അടുത്ത കാറ്റടിപ്പിച്ചു, രോഗം മുഴുവൻ ദേഹത്ത് പിടിച്ചു. ഈ കരുനാഗപ്പള്ളിയിലെ പൈശാചിക ശക്തി പലപ്പോഴും നിന്നെ ഊതിയായിരുന്നു കേട്ടോ. കരുനാഗപ്പള്ളിയിലെ പൈശാചിക മണ്ഡലം പലപ്പോഴും നീ ഞാങ്ങണയാണെന്നോർത്ത് ഊതി. അതുകൊണ്ടല്ലേ ശീമോനോട് പറഞ്ഞ, ബെറയോനായ ശീമോനെ, ശത്രു പലപ്പോഴും നിന്നെ പാറ്റിക്കളയാൻ നോക്കി, ഞാൻ അനുവദിച്ചില്ല. എന്നാ ആ പാറ്റിക്കളയാൻ നോക്കിയത് നീ ഞാങ്ങണയായതുകൊണ്ടാ. പക്ഷെ നിന്നെ പാറയാക്കാൻ എനിക്ക് പ്ലാൻ ഉള്ളത് കൊണ്ട് അവൻ പാറ്റാൻ നോക്കിയിട്ട് വിട്ടുകൊടുക്കാഞ്ഞത്. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഇന്ന് പകൽ ചിലതിനെ പാറക്കഷണമാക്കാൻ പോവുക. കരുനാഗപ്പള്ളിയിലെ സകല പൈശാചിക ശക്തിയും നിനക്കെതിരെ തെക്കൻ കാറ്റും തെന്നിക്കാറ്റും കീരിടകാറ്റും അവൻ ഈശാലമൂലനും അടിപ്പിച്ചാലും നീയോ നിന്റെ പടകോ ചലിക്കത്തില്ല. നീ ഉറച്ചു നിൽക്കും. കാരണം നീ ഞാങ്ങണയല്ല, നീ ഒരു പാറക്കഷണമാണ്. ഈ പകല തിരിച്ചറിവ് കിട്ടട്ടെ, തിരിച്ചറിവ് കിട്ടട്ടെ. ഒരു പാറയായി മാറണമെങ്കിൽ ദൈവത്തിൽ നിന്നു വെളിപ്പാട് പ്രാപിക്കണം. പാതാള ഗോപുരം നിന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ഈ കാര്യം ചിന്തിക്കാൻ കേട്ടോ. പലപ്പോഴും പലതിനാൽ നമ്മൾ ആടി ഉലഞ്ഞവരാ. കാറ്റും തിരമാലയും അടിച്ചു, പടക് മുങ്ങുമാറായി. പടകിൽ നിന്ന് 12 പേരും തണ്ടു വലിച്ചു വലഞ്ഞു. പടകിൽ കാറ്റ്, തിരമാല, മഴ ശക്തമായി പെയ്യുക. 12 പേരും തണ്ടു വലിച്ച് വലഞ്ഞു. ആ പടകിൻ്റെ ആ അമരത്തോട്ട് നോക്കിയേ, ഒരു പാറ കിടക്കുന്നുണ്ടോ? ഒരു പാറ കിടക്കുന്നുണ്ടോ? പാറ കിടക്കുന്നുണ്ടോ? മഴ പെയ്തിട്ട് അനങ്ങിയോ? കാറ്റടിച്ചിട്ട് അനങ്ങിയോ? മുങ്ങുമാറായിട്ട് അനങ്ങിയോ? പാറ അനങ്ങത്തില്ലെന്ന്. ശിഷ്യന്മാരോ അയ്യോ തണ്ടു വലിച്ചു വലഞ്ഞെന്ന് എഴുതിയിരിക്കുന്നു. തണ്ടു വലിച്ചു വലഞ്ഞെന്നേ. ഇന്ന് പകലാരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, ഈ കണ്ട വർഷം മുഴുവൻ നീ വലഞ്ഞതിൻ്റെ കാരണം നീ ഒരു ഞാങ്ങണയായതുകൊണ്ടാ കുഞ്ഞേ. നീ വലഞ്ഞതിൻ്റെ കാരണം ഞാങ്ങണയായതുകൊണ്ടാ. പാറയാക്, പാറയാക്. അപ്പൊ ആ ബോട്ടിനകത്ത് 12 ഞാങ്ങണയും ഒരു പാറയും. ആ പാറ ക്രിസ്തുവാ. ബാക്കി 12 ഞാങ്ങണ കടന്നു. അയ്യോ, പടക് വലിച്ചു ഊപ്പാടളകി. ഊപ്പാട്. ആ പ്രശ്നത്തിൽ ഒരുത്തം കിടന്ന് ഉറങ്ങുന്നുണ്ടോ? കഴിഞ്ഞ രാത്രി ഉറങ്ങിയോ? കഴിഞ്ഞ ആഴ്ച ഉറങ്ങിയോ? എങ്ങനെ പാസ്റ്റേ ഉറക്കം വരുന്നത്? ഇത്ര കടവാ പാസ്റ്റേ. എങ്ങനെ ഉറങ്ങാനാ? മക്കളുടെ കാര്യം ഓർത്ത്, കൊച്ചുങ്ങളുടെ കാര്യം ഓർത്ത്, അവരുടെ ഭാവി ഓർത്ത് എങ്ങനെ ഉറങ്ങും പാസ്റ്റേ? നിങ്ങളുണ്ടായിരുന്നു ഇവിടെ? ആ പടകി നോക്കി ഒരു പാറക്കഷ്ണം കിടന്ന് ഉറങ്ങുന്നുണ്ടോ? കാറ്റൊന്നും ഒരു വിഷയമല്ല, തിരമാല ഒരു വിഷയമല്ല, മുങ്ങി ഒരു വിഷയമല്ല. പാറ അവിടെ കിടക്കും. പാറയാണെങ്കിൽ നീ ഉറങ്ങും. എന്നാ പ്രശ്നം വന്നാലും നാളെ എൻ്റെ വീട്ടിലും ഉണ്ട് പാറ. ഞങ്ങളുടെ ഒരു സൈഡിൽ പാറ പോലെ ഞാൻ കിടക്കും. അപ്പുറത്ത് ഒരു 12-2 മണി വരെ ഒരു ഞാങ്ങണ ഇരുന്ന് ഇങ്ങനെ ആടും. ഞാൻ കാറ്റെല്ലാം തീരുമ്പോൾ ചാഞ്ഞങ്ങ് കിടക്കും. നേരം വിളങ്ങുമ്പോൾ വീണ്ടും കിടന്ന് ഭയങ്കര ആട്ടം. ആരാന്നൊന്നും പറയുകയില്ല.
വേണമെങ്കിൽ ഇത് ഏറ്റെടുത്തോണം. പാളം കുടുങ്ങിയാലും കേളം കുലുങ്ങുകയെന്ന് പറഞ്ഞ് ഞാൻ കടക്കുന്നുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ട് എൻ്റെ ദൈവം എന്നെ ഒരു കഷണമാക്കിയിട്ടുണ്ട്. ഈ പകൽ ആരോടൊക്കെ ദൈവാത്മ പറഞ്ഞു, പ്രശ്നം കണ്ട് ആടി ഉലയുന്ന നിന്നെ ഇന്ന് പകൽ വലിച്ച് പറിച്ചു കളഞ്ഞ് തൽസ്ഥാനത്ത് നിന്നെ ഒരു പാറ കഷ്ണമാക്കി എൻ്റെ ദൈവം ഉറപ്പിക്കാൻ പോവുക. ആമേൻ. കരമടിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ ഞാങ്ങണകളും പൊട്ടി മാറട്ടെ. എല്ലാ ഞാങ്ങണയുടെ ക്യാരക്ടറുകൾ നിന്നിൽ നിന്ന് മാറട്ടെ. നീ ഒരു പാറ കഷണമാ, നീ ഒരു പാറ കഷണമാണ്. വേഗത്തിൽ പറഞ്ഞു നിർത്താം. അടുത്തൊരു വാക്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തുക. പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കുകയില്ല എന്ന് ഈ പാറയായ പത്രോസിനോട് പറഞ്ഞിട്ട് പറയുക. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ ആർക്ക് തരുന്നു? 11 പേരുടെ കൊടുത്തോ? താക്കോൽ ആരുടെയല്ലേ കൊടുത്തേ? പത്രോസ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല, അത് വേറെ വിഷയമാണ്. മറ്റേ പ്രസംഗത്തിൽ തന്നെ പത്രോസ് സ്വർഗരാജ്യത്തിലേക്ക് താക്കോൽ തുറന്ന് 3000 കയറ്റി. അതാ താക്കോൽ. അവിടെ കേട്ടെ, ഞാനിന്നൊരു ആത്മീയ താക്കോലല്ല, അതൊരു ദൂത് പറയാം നിങ്ങളോട്. ഏതെങ്കിലും ഒരു നന്മയുടെ താക്കോൽ ദൈവം നിനക്ക് തരണമെങ്കിൽ നീ എന്തായി തീരണം? ഈ വചനത്തോട് കൂടെ ഒന്ന് വന്നേ. പിടികിട്ടിയോ? എന്താ ഇതുവരെ വഴിയൊന്നും തുറക്കാത്ത? താക്കോലില്ല. എന്താ ഇതുവരെ വാതിലൊന്നും തുറക്കാത്ത? താക്കോല് കിട്ടിയില്ലെന്ന്. പ്രതിഭ പിടികിട്ടിയോ? എന്താ ഇതുവരെ ആ സാമ്പത്തികത്തിന്റെ വാതിൽ, കിളിവാതിൽ തുറക്കാത്ത? താക്കോല് കിട്ടിയില്ല. എന്താ രാജുണ വീടിന്റെ പണി? താക്കോല് കിട്ടിയില്ലെന്ന്. എന്താണ് മക്കൾക്ക് ജോലി കിട്ടാതെ? ഇങ്ങോട്ട് നോക്ക്, താക്കോല് കിട്ടിയില്ല. ഇവിടെ നോക്ക്. എന്തുവാ വാതിൽ തുറക്കാത്ത? താക്കോല് കിട്ടിയില്ല. ഇവൻ പാറക്കഷണമായി നിറഞ്ഞപ്പോഴേ തമ്പുരാൻ പറയുക, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക്. ഈ താക്കോലുണ്ടെങ്കിൽ എന്തും തുറക്കാം, സകല കുരുക്ക് വഴിക്കാം, സകല നന്മയും തുറക്കാം, സകല രോഗശക്തിയെയും തുറന്ന് വിടുവിക്കാം, സകല ബന്ധനത്തെയും തുറക്കാം. താക്കോൽ എപ്പോൾ കിട്ടും? ഈ ഞായറാഴ്ച കിട്ടുമോ? ഈ ആരാധനയ്ക്ക് എനിക്ക് കിട്ടുമോ? എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഈ ഞായറാഴ്ച കിട്ടുമോ? കിട്ടുമോ? കിട്ടണം. എന്ത് ചെയ്യണം? ഉയരത്തിൽ നിന്ന് ക്രിസ്തുവിനെ വെളിപ്പെടണം നിനക്ക്. മനുഷ്യരാലല്ല, ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിനെ എപ്പോ നിനക്ക് വെളിപ്പെടുവോ അപ്പോ ദൈവം നിനക്ക് താക്കോല് തരും. ഒന്നും കൂടെ പറഞ്ഞു നിർത്താം. ഉയരത്തിലെ ദൈവത്തെ മനുഷ്യരാലല്ല, വെളിപ്പാടിനാൽ നിനക്കെപ്പോ തുറന്ന് കിട്ടുവോ അപ്പോ ദൈവം നിനക്ക് താക്കോല് തരും. ഇന്ന് നിരാശപ്പെടണ്ട. എപ്പോ വെളിപ്പാട് കിട്ടുമോ അപ്പൊ താക്കോൽ. ആ താക്കോലിനകത്ത് എല്ലാം ഉണ്ട്. നന്മയുടെ താക്കോലാ, കടഭാരം മാറ്റുന്ന താക്കോലാ, വീട് പണിയുമെന്നേ, രോഗം മാറ്റുമെന്നേ, നിത്യതയിൽ എത്തിക്കുന്ന താക്കോൽ, വെളിപ്പാടുകൾ തുറക്കുന്ന താക്കോൽ. അത് ഇന്ന് പകൽ കർത്താവ് ഈ ആഴ്ചയിലും ഇവിടെ ഒരു കൂട്ടം താക്കോലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ എത്ര പേരുണ്ടോ? 2, 4, 6, 8, 10, 14, 15 പേര്. എത്ര പേരുണ്ടോ അത്ര പേരുടെ താക്കോൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാജവണ്ണൻ്റെ താക്കോല് കയ്യിലിരിപ്പുണ്ട്, അണ്ണൻ്റെ ഉണ്ട്, പ്രദീപിൻ്റെ ഉണ്ട്. കേട്ടോ, നിങ്ങളുടെ എല്ലാം താക്കോലുമായിട്ടാണ് കർത്താവ് ഇവിടെ. എപ്പോൾ തരും? കഴിഞ്ഞ ആഴ്ചയിലും കൊണ്ടുവന്നായിരുന്നു. ഇവൻ ഈ ആഴ്ച താക്കോല് കൊടുക്കും. കുറച്ച് നാളായിട്ട് എന്നെപ്പറ്റി എന്തൊക്കെയോ അറിയാൻ ആഗ്രഹം. ഇന്ന് ഇവൻ ഈ ആഴ്ച താക്കോല് കൊടുക്കാം. വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെപ്പറ്റി എന്ത് പറയുന്നു? ഉടനെ ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റ് എന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ. താക്കോലുമായിട്ട് തമ്പുരാൻ വീട്ടിൽ പോയി. ഈ പ്രാവശ്യവും താക്കോലുമായിട്ട് വന്നിട്ട് സകല പുരുഷാരത്തിൻ്റെയും താക്കോല്
12 പേരുടെയും താക്കോൽ കയ്യിലുണ്ട്. പോക്കറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിച്ചു, മനുഷ്യപുത്രനെ പറ്റി ജനം എന്തു പറയുന്നു? തമ്മാനും ബാബും ജോയും ബാബു എല്ലാത്തിനും താക്കോൽ കയ്യിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. ഇത് കർത്താവ് വിചാരിച്ചു ജോയി ഇപ്പം എന്നേലും പറയുന്നവർക്ക് താക്കോൽ ഇങ്ങനെ എടുത്ത് അവരെല്ലാം പറഞ്ഞു അവൻ ഇരമ്യവാന്നാ തോന്നുന്നത്. അവൻ്റെ താക്കോൽ അങ്ങോട്ടിട്ട് പിന്നെ ബേബി ചാടി കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവൻ ഏലിയവാ, അവൻ്റെ താക്കോലും പോക്കറ്റ് ഇട്ടു. ഉടനെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് 12 താക്കോലെടുത്ത്, തമ്പുരാൻ ഈ താക്കോല് ചുമന്ന് കുറച്ചു നാളായിട്ട് നടക്കുക, അങ്ങ് രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നിൻ്റെ താക്കോലുമായിട്ട് നടക്കുക. 10-15 വർഷമായിട്ട് നിൻ്റെ താക്കോൽ നിൻ്റെ തരാൻ എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? 10-15 വർഷമായിട്ട് നിൻ്റെ താക്കോലുമായിട്ട് തമ്പുരാൻ ഇങ്ങനെ വന്ന് 12 പേരുടെ നേരെ തിരിഞ്ഞു. 12 താക്കോലുണ്ട്. യാക്കോബ്, യൂദ എല്ലാത്തിനും അന്ത്രയോസിൻ്റെ ബർത്തലുമായിട്ട് എല്ലാം താക്കോല് കയ്യിലുണ്ട്. ഈ 12 പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇമാർക്ക് താക്കോല് കൊടുക്കാം, ഓരോരുത്തർക്കും ആളാം വിധി കൊടുക്കാം എന്ന് നോക്കിയിരുന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു? ഉടനെ പത്രോസ് കർത്താവിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു. 12 താക്കോല് കയ്യിലിരുന്നു. 11 ക്ലിങ് താഴോട്ടിട്ടു. 12ാമത്തെ താക്കോൽ കയ്യിലെടുത്തിട്ട് ബെറയോനായ ശീമോനോട് പറഞ്ഞു, ഇതാ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ബാക്കി 12 താക്കോല് കിട്ടിയിട്ടില്ല. ബാക്കി ആർക്കും കിട്ടിയില്ല. ഇന്ന് നിനക്ക് കിട്ടുമോ എനിക്കറിയില്ല. വെളിപ്പെട്ടാ കിട്ടും. എന്നാ ചെയ്യണം? എന്നൊക്കെ ചെയ്യുമെങ്കിൽ ചെയ്തോ. ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോണം, കർത്താവേ എനിക്ക് അങ്ങനെ ഒന്ന് വെളിപ്പെടുത്തണം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാരുമല്ല, ദൈവത്താൽ മരിച്ചവനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവിനാൽ അങ്ങയെ എന്നെ ഒന്ന് വെളിപ്പെടുത്തണം. നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് തന്നേ, എല്ലാവരും എഴുന്നേറ്റ് തന്നേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട സുവിശേഷമോ വചനമോ ഒന്നും കേട്ടിട്ടല്ല എനിക്ക് വെളിപ്പെടേണ്ടത്. അങ്ങനെ ഒന്ന് വെളിപ്പെടുത്തണം. ഒന്ന് പറഞ്ഞേ, എല്ലാവരും അങ്ങനെ ഒന്ന് പറഞ്ഞേ. വർഷങ്ങളായിട്ട് എൻ്റെ താക്കോല് കർത്താവിൻ്റെ കയ്യിലാണ്. ഞാനിന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ താക്കോൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കുള്ള താക്കോൽ എന്തിൻ്റെ ആയിക്കോട്ടെ, അതിനെ വിമർശിക്കാനൊന്നും ഞാനില്ല. എന്തായിക്കോട്ടെ, താക്കോലുണ്ടെന്ന് സ്വർഗരാജ്യത്തിൻ്റെ, കലവറയുടെ, ആകാശത്തിൻ്റെ എല്ലാ താക്കോലുമായിട്ടാണ് വന്നത്. അതിന്ന് നിൻ്റെ കൈ തന്നിട്ട് പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വിശുദ്ധ ആരാധനയിൽ എനിക്ക് ആ വെളിപ്പാടൊന്ന് തരണമെന്നൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? കഴിയുമെങ്കിൽ ആ കരമെല്ലാം ഉയർത്തി 1-2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുപ്പാ, എൻ്റെ ഈ ഞാങ്ങണയെ ഒന്ന് മാറ്റണം. ഞാനൊരു ഞാങ്ങണയാണ്, ഞാനൊരു പത്രോസാ. എന്നെ ഒരു കേഫയാക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ. ജീസസ്, എല്ലാവരും പ്രാർത്ഥിച്ചേ. മൗനമായിട്ടിരിക്കാനുള്ള സമയമല്ല. കമോൺ കമോൺ കമോൺ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളെ അവിടുന്ന് പാറയാക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിക്കാനുള്ള സമയമായത്. സമയം നിമിഷം സമയങ്ങളേ ഉള്ളൂ, അല്പസമയങ്ങളേ ഉള്ളൂ. അല്പം സമയം മാത്രമേ നമുക്കുള്ളൂ. അല്പം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീ, മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നെന്നും സ്തുതി നിനക്കേ.